1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാർ എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വരികയാണ്. വിപിൻ സി വിജയൻ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള സമയമായി. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാർ വിധി പറയുകയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി മണികണ്ഠൻ ബി, 4-ാം പ്രതി വിജീഷ് വി പി, 5-ാം പ്രതി സലീം എച്ച്, 6-ാം പ്രതി പ്രദീപ്. അങ്ങനെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ എന്ന വിധി പ്രസ്താവം വരുന്നു. ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളാണ്. 8-ാം പ്രതി ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിൽ കോടതിയുടെ തീരുമാനം എന്താണ് എന്ന് കാത്തിരിക്കാം. ഇതാ വിധി പറയുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നു. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ് 6 പേർ കുറ്റക്കാർ എന്നാണ്. കോടതിക്ക് മുന്നിൽ ഇപ്പോൾ ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം വരുന്നു. 2-ാം പ്രതി മാർട്ടിൻ ആന്റണി കുറ്റക്കാരനാണ്. 1-ാം പ്രതി പൾസർ സുനി കുറ്റക്കാരനാണ്. ഇവരൊക്കെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാർ എന്ന് കോടതിയുടെ വിധിന്യായം വന്നിരിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇതാ ഗൂഢാലോചന, കൂട്ടബലാത്സംഗം എല്ലാം നിലനിൽക്കും. കൂട്ടബലാത്സംഗം ഉൾപ്പെടെ കുറ്റം തെളിഞ്ഞു. ഇത് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ കാര്യത്തിൽ കോടതി പറയുന്നു ഗൂഢാലോചന, കൂട്ടബലാത്സംഗം എന്നീ കുറ്റങ്ങൾ നിലനിൽക്കും എന്നാണ്. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ 1 മുതൽ 6 വരെയുള്ള ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള പ്രതികളുടെ കാര്യത്തിൽ നിലനിൽക്കും എന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും വരുന്ന വിവരം. 354, 354B എന്നിവ നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞു നിൽക്കുന്നു. 366 നിലനിൽക്കുമെന്നാണ് വിധി പ്രസ്താവത്തിൽ പറയുന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാനമായ വിധിന്യായം വരുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ എന്ന് കോടതി പറയുന്നു. കൊച്ചിയിൽ നടിയെ ലൈംഗികമായി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ഇതാ വിധി പ്രസ്താവം വരുന്നു. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ് 6 പേർ കുറ്റക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നു. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചന, കൂട്ടബലാത്സംഗം എല്ലാ കുറ്റങ്ങളും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഈ 6 പേരുടെ കാര്യത്തിലും നിലനിൽക്കും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 354, 354B, 366 എന്നിവ നിലനിൽക്കും. 1-ാം പ്രതി 66 വകുപ്പ് 1-ാം പ്രതിക്കെതിരെ 66 നിലനിൽക്കും, 67 നിലനിൽക്കും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. വിധി പ്രസ്താവം തുടരുകയാണ്. എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. വിജയൻ, ആദ്യം വരുന്നത് 1 മുതൽ 6 പേരുടെ കാര്യത്തിലാണ്. ഇവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 8-ാം പ്രതി ദിലീപിന്റെ കാര്യത്തിലുള്ള തീരുമാനം വരാനിരിക്കുന്നു. ഇവർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് 6 പേർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.